പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പമ്പ് സെലക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് എലമെൻറ്റ്സ് ആണ് പ്രഷറും ഡിസ്ചാർജും. ഒരു മോട്ടോർ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു പരാതി എൻ്റെ വെള്ളത്തിന് പ്രഷർ പോരാ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പ്രഷർ, എന്താണ് ഡിസ്ചാർജ് എന്ന് നിങ്ങളിലേക്ക് കൺവേ ചെയ്യലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ശ്രമിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ ട്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്കായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് പമ്പുകളാണ്. ഒന്ന് ഒരു ലോ ഡിസ്ചാർജ്, ഒരു മണിക്കൂറിൽ 1500 ലിറ്റർ മാത്രം തള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരു പമ്പും, മറ്റൊന്ന് ഒരു മണിക്കൂറിൽ 14,000 ലിറ്റർ തള്ളാൻ കപ്പാസിറ്റി ഉള്ള മറ്റൊരു പമ്പും. ഇത് DC പമ്പാണ്. AC പമ്പുകളോ DC പമ്പുകളോ, ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, അഗ്രികൾച്ചറൽ പമ്പ് ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ പമ്പ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ബേസിക് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് DC ആണെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ട. നമ്മുടെ പ്രശ്നങ്ങൾ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് പ്രഷർ, ഒന്ന് ഡിസ്ചാർജ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം, എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് രണ്ടിൻ്റെയും ഡിസ്ചാർജ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അതായത് ഇതിൽ രണ്ടിലും വരുന്ന വെള്ളത്തിൻ്റെ അളവ് നമ്മൾ പറഞ്ഞെങ്കിലും കാഴ്ചയ്ക്ക് ഇത് എത്ര ലിറ്റർ വെള്ളം തള്ളും, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഒരു പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ രീതി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ട് പമ്പുകളിലും നമ്മൾ അതിൽ പുറത്തേക്കുള്ള ഡെലിവറി ഓസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്ക് റെഡിയാണ്. ഈ രണ്ട് പമ്പുകളും സൈഡ് ബൈ സൈഡ് ഇട്ടിട്ട് നമുക്കിതിൻ്റെ രണ്ടിൻ്റെ ഡിസ്ചാർജ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ പ്രഷർ ടെസ്റ്റ് ചെയ്യാം. പമ്പിൻ്റെ ഡിസ്ചാർജിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾക്ക് ഏതിലാണ് പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത് കൂടുതൽ എന്നുള്ളൊരു ഫീൽ കിട്ടാൻ നോക്കുക. അതിനുശേഷം നമുക്ക് പ്രഷർ ഗേജ് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ട് പമ്പുകളും ഇതാ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് പോവുകയാണ്. ഇനി ഇത് രണ്ടും നമുക്ക് സെയിം ടൈമിൽ ഓൺ ചെയ്തിട്ട് ഈ പൈപ്പിലൂടെ വരുന്ന ഡിസ്ചാർജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് സോളാർ പമ്പുകളായതുകൊണ്ട് ഒരെണ്ണം BLDC റേഞ്ചാണ്, അതിൽ ഇൻബിൽറ്റ് ഡ്രൈവ് ഉള്ളതുകൊണ്ട് അത് സ്ലോലി ഡ്രൈവ് ആവേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന ഡിസ്ചാർജിൽ കൂടുതൽ അതിൽ നിന്ന് വരും. മറ്റേ പമ്പ് ഓൾറെഡി അതിൻ്റെ മാക്സിമം പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും ഡിസ്ചാർജാണ്, ആവറേജ് 1500 ലിറ്റർ മാത്രമാണ് അതിന് ഡിസ്ചാർജ് ഉള്ളത്. ഇതിൻ്റെ ഫോഴ്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ രണ്ട് പൈപ്പിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ അളവ്. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ മാക്സിമം 1500 ലിറ്റർ മാത്രം തള്ളുന്ന ഒരു പമ്പും, മറ്റൊന്ന് ഒരു മണിക്കൂറിൽ 14,000 ലിറ്റർ തള്ളുന്ന ഒരു പമ്പുമാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതിലാണ് പ്രഷർ കൂടുതൽ തോന്നുന്നത് എന്ന് നിങ്ങൾ കമൻറ്റിൽ ചെയ്യാം. നമ്മൾ അടുത്തത് ഇനി ഇതിലേക്ക് ഒരു പ്രഷർ ഗേജ് കണക്ട് ചെയ്തിട്ട് രണ്ട് പമ്പുകളുടെയും പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ കുഞ്ഞൻ പമ്പിൽ, ആ ചെറിയ പമ്പിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രഷർ ഗേജ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ 1500 ലിറ്റർ ഡിസ്ചാർജ് ഉള്ള പമ്പിൻ്റെ പ്രഷർ എത്ര ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതായിരിക്കുമോ ആദ്യം കണ്ട ഹൈ ഡിസ്ചാർജ് പമ്പ്, അതിൽ ഏത് പമ്പിലായിരിക്കും കൂടുതൽ പ്രഷർ ജനറേറ്റ് ചെയ്യുക? നമ്മളെപ്പോഴും പറയുന്ന പരാതിയാണ് പ്രഷർ കുറവാണെന്നുള്ളത്. ഇതിൽ ഏത് പമ്പിനായിരിക്കും പ്രഷർ കൂടുതൽ ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. പമ്പ് ഒന്ന് ഓൺ ചെയ്യും. ഓക്കെ, ഇതാണ് ആ പമ്പിൽ വരുന്ന നമ്മൾ ആദ്യം കണ്ട ഡിസ്ചാർജ്. ഇത് 1500 ലിറ്റർ പെർ അവറാണ് അവർ മാക്സിമം പറയുന്നത്. ഒരു മണിക്കൂറിൽ 1500 ലിറ്റർ തള്ളാനുള്ള കപ്പാസിറ്റി ഈ മോട്ടറിനുള്ളൂ. ഇതിൻ്റെ പ്രഷറാണ് നമ്മുടെ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ പയ്യെ വാൽവ് അടയ്ക്കാൻ പോവാണ്. എത്ര പ്രഷർ വരെ മാക്സിമം ഇതിൽ ലോഡ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1 ബാർ പ്രഷറിലെത്തി. അതായത് ഏകദേശം ഒരു 10 മീറ്ററിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള പ്രഷറിലാണ് മോട്ടർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ 10 മീറ്ററിൽ എത്ര ലിറ്റർ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും അളവ് വെള്ളമായിരിക്കും ഈ മോട്ടർ 10 മീറ്റർ ഹൈറ്റിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം വെള്ളത്തിൻ്റെ അളവ്. ഇനി നമ്മൾ വീണ്ടും പ്രഷർ ലോഡ് ചെയ്തു, വാൽവ് അടച്ചു. ഏകദേശം ഇപ്പോൾ ഏകദേശം 2 ബാറിലാണ് ഈ മോട്ടർ വർക്ക് ചെയ്യുക. അതായത് ഏകദേശം 20 മീറ്റർ ഹൈറ്റിലേക്ക് നിങ്ങൾ ഈ പമ്പ് കൊടുത്താൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. ഇനി അത് വീണ്ടും ലോഡ് ചെയ്യുകയാണ്. ഏകദേശം 30ആയി. ഇപ്പോൾ ഏകദേശം 40 മീറ്ററിന് അടുത്താണ്, അതായത് 4 kg അടുത്താണ് ഇപ്പോൾ പ്രഷർ. 40 മീറ്റർ ഹൈറ്റിലേക്ക് നിങ്ങൾ കൊടുത്താൽ ഈ പമ്പിന് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവാണിത്. ഞാൻ വീണ്ടും ക്ലോസ് ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് 5 kg പ്രഷറിലാണ്. ഭയങ്കര വൈബ്രേറ്റിംഗ് ആണ്, കാരണം ഇത് സ്ക്രൂ ടൈപ്പ് പമ്പാണ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പാണ്. വൈബ്രേഷൻ കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് കൃത്യം റീഡിങ് കിട്ടാത്തത്. എങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, മാക്സിമം 5 kg പ്രഷർ വരെ ഈ മോട്ടർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പ്രഷർ എപ്പോഴും പ്രൊപ്പോർഷണലായിട്ടിരിക്കുന്നത് നമ്മുടെ ഹെഡിനോടാണ്. അപ്പോൾ 5 kg പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 5 ബാർ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് 50 മീറ്റർ ഹെഡിലേക്ക് വരെ അടിച്ച് കയറ്റാൻ ഈ മോട്ടറിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് സംശയം ഇനി ആദ്യം കണ്ട ഹൈ ഡിസ്ചാർജ് പമ്പിൻ്റെ കാര്യമാണ്.
നമുക്കിനി ആ ഹൈ ഡിസ്ചാർജ് പമ്പിൻ്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഇടുന്നത് നമ്മുടെ ഹൈ ഡിസ്ചാർജ് പമ്പാണ്. 14,000 ലിറ്റർ ഡിസ്ചാർജ് തള്ളാൻ കപ്പാസിറ്റി ഉള്ള നമ്മുടെ ഹൈ ഡിസ്ചാർജ് പമ്പാണ് ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് എത്ര പ്രഷർ മാക്സിമം ജനറേറ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയാം. ഓക്കെ, ഇപ്പോൾ ഈ പമ്പ് ഫുൾ ഡ്രൈവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പമ്പിൽ ജനറേറ്റ് ചെയ്യുന്ന പ്രഷറാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യം. അപ്പോൾ ഞാൻ പയ്യെ വാൽവ് ക്ലോസ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് 10 മീറ്റർ ഹെഡായി. 10 മീറ്റർ ഹെഡിലുള്ള 1 kg ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. 10 മീറ്റർ ഹെഡിലുള്ള പമ്പിൻ്റെ ഡിസ്ചാർജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമുക്കിനി പയ്യെ ഒന്നുകൂടെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 15 മീറ്ററായി. 15 മീറ്ററിൽ എത്തിക്കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ആ ഡിസ്ചാർജ് മൊത്തത്തിൽ കുറഞ്ഞു. 1.5 ബാറിന് മേലെ ഈ പമ്പിന് ഡിസ്ചാർജ് കിട്ടില്ല. അതായത് ഈ പമ്പിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 kg ആണ്. കാരണം ഇത് ഏകദേശം 15 മീറ്ററിന് മാത്രം ഹെഡുള്ള, നിങ്ങൾക്ക് കണ്ടറിയാം വളരെ ചെറിയൊരു ഡിസ്ചാർജ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുള്ളൂ. നമ്മുടെ പ്രഷർ 1.5 kg ആണ്. അതായത് ഇതൊരു ഹൈ ഡിസ്ചാർജ് പമ്പ് ആണെങ്കിൽ പോലും മാക്സിമം 15-16 മീറ്റർ മാത്രം തള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരു മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഭയങ്കര ഡിസ്ചാർജ് ആയിരിക്കും. ഇന്നത്തെ എക്സ്പെരിമെൻറ്റിൽ നിന്ന് കുറച്ച് പേരെങ്കിലും വിചാരിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മളൊരു മോട്ടോർ സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എപ്പോഴും പ്രഷർ കുറവാണെന്നുള്ള പരാതിയാണ് സാധാരണ പറയാറ്. പക്ഷേ നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് ഡിസ്ചാർജാണ്. പമ്പ് സെലക്ഷനിൽ ഏറ്റവും കൺഫ്യൂഷൻ വരുന്ന 2 കാര്യങ്ങളാണ് ഈ പ്രഷർ, ഡിസ്ചാർജ് എന്നുള്ള 2 കാര്യങ്ങൾ. അപ്പോൾ ചിലർ പറയും എനിക്കിപ്പോൾ 10 മീറ്റർ ഹെഡുള്ള സൈറ്റുകളിലേക്ക് എനിക്കൊരു 30 മീറ്റർ ഹെഡിൻ്റെ പമ്പ് വേണമെങ്കിൽ ഇരുന്നോട്ടെ, കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അതിൽ പറ്റുന്ന വലിയൊരു പ്രശ്നമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് 30 മീറ്റർ ഹെഡിൽ ഉള്ള ഒരു പമ്പിന് കിട്ടുന്ന 10 മീറ്ററിൽ കിട്ടുന്ന ഡിസ്ചാർജും, മറിച്ച് 15 മീറ്റർ മാത്രം ഹെഡുള്ള ഒരു പമ്പിന് 10 മീറ്ററിൽ കിട്ടുന്ന ഡിസ്ചാർജും രണ്ടും വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ സൈറ്റ് ഹെഡിന് അനുപാതികമായിട്ടുള്ള പമ്പുകൾ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സൈറ്റ് ഹെഡ് എന്താണോ സൈറ്റ് ഹെഡിൽ മാക്സിമം ഡിസ്ചാർജ് എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഏതൊരു പമ്പിനും ഏതൊരു സൈറ്റിലും കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രഷർ എന്നത് നമ്മുടെ ഹെഡിൻ്റെ പ്രപ്പോർഷണലായും നമ്മുടെ ഡിസ്ചാർജ് എന്നത് വെള്ളത്തിൻ്റെ അളവും ആയിട്ടാണ് നിങ്ങൾ ബന്ധിപ്പിക്കേണ്ടത്. എപ്പോഴും പ്രഷർ, ഡിസ്ചാർജ് എന്ന 2 കാര്യങ്ങൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാതിരിക്കട്ടെ. ഇതേപോലുള്ള കൂടുതൽ എക്സ്പെരിമെൻറ്റ്സിനും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഞങ്ങളുടെ തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പമ്പുകളെക്കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.